ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ടബ്ബ് കണ്ടോ, ഇത് വാട്ടർ പ്ലാന്റ്സ് ഇട്ടിരിക്കുന്ന ഒരു ടബ്ബാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് കുഞ്ഞൻ ബെറ്റകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇത് ഏകദേശം ഒരു 3 മാസത്തോളം പ്രായമായ കുഞ്ഞൻ ബെറ്റകളാണ്. വലിയ ഗ്രോത്ത് ഒന്നുമില്ല. പക്ഷേ അത് നിങ്ങൾ ഈ സൈഡിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ ഒരു ബെറ്റാസ് നല്ല രീതിയിൽ ബബിൾ ഇട്ടിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിലത് ബബിളായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് നിറച്ച് എഗ്ഗ് ലോഡാക്കി വെച്ചിട്ടുണ്ട് ബബിളിൻ്റെ ഉള്ളിൽ. അത് മാത്രമല്ല, നമ്മുടെ മെയിൽ ബെറ്റ നല്ല രീതിയിൽ കെയർ ചെയ്ത് ഫുൾ അലർട്ടായിട്ടായിരിക്കുന്നത്. കാരണം ഈ ടാങ്കിൽ തന്നെ ഒരുപാട് മറ്റ് ബെറ്റകളും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊന്നും അടുപ്പിക്കാതെ ഇവരൊക്കെ ഒരു കോർണറിൽ പേടിച്ച് മാറിയിരിക്കുകയാണ്. മറ്റവൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ അറ്റാക്ക് ചെയ്യും. കാരണം അവനാണ് എഗ്ഗ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ബബിൾ ഇട്ടിരിക്കുന്ന മെയിൽ ബെറ്റ നല്ല അലർട്ടായിട്ടാണ് ഇരിക്കുന്നത്. കാരണം അവൻ്റെ കണ്ണൊന്ന് തെറ്റിക്കുന്നുണ്ടെങ്കിൽ ഇവന്മാർ ചെന്നിട്ട് ആ ബബിള് നശിപ്പിച്ച് ആ എഗ്ഗൊക്കെ തിന്ന് കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ നല്ല അവിടെ ഇവിടെയൊക്കെ ഇട്ട് ചുറ്റിപ്പറ്റി ഫുൾ അലർട്ടായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതിക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇതുപോലെ തന്നെ മാറ്റിയിട്ടിരുന്ന ഒരു ടബിൻ്റെ അകത്ത് യാദൃശ്ചികമായിട്ട് കുഞ്ഞൻ മെയിൽ ബെറ്റ ഫീമെയിൽ ബെറ്റയും കൂടി ബ്രീഡായിട്ട് എഗ്ഗ് ഇട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ടബിൽ, അതും കമ്മ്യൂണിറ്റി ടാങ്കിൽ മറ്റുള്ള ബെറ്റാസിൻ്റെ ഒപ്പം ഇട്ടിരിക്കുന്ന ബെറ്റകൾ ബ്രീഡാവുന്നത് എൻ്റെ ഫാമിൽ ആദ്യമായിട്ടാണ്. ഈ ബെറ്റാസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഗ്രോത്ത് കുറഞ്ഞു പോയതാണ്. കാരണം ബോട്ടിൽ ചെയ്യാൻ സ്ഥലമില്ലാത്ത കാരണം ഞാനിങ്ങനെ ബോട്ടിൽ ചെയ്യാണ്ട് ഇട്ടേക്കണേ. ഏകദേശം 3 മാസം 3.5 മാസത്തോളം പ്രായമുണ്ട്. 3.5 മാസം പ്രായമുള്ള ബെറ്റാസ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ചും കൂടി നല്ല ഡബിൾ സൈസ് ആവേണ്ടതാണ്. പക്ഷേ ബോട്ടിൽ ചെയ്യാത്ത കാരണമാണ് ഇവർക്ക് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ബോട്ടിൽ ചെയ്യാനുള്ള സൈസ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ ബോട്ടിൽ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ആ സൈസ് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ബോട്ടിൽ ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണിക്കാനായിട്ടൊരു കാരണമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ബ്രീഡ് ചെയ്യാനിട്ടിരിക്കുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ഒരു ടബിൽ മെയിലിനായിട്ട് ഫീമെയിലിനെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിലാക്കി ഇറക്കി വെച്ച് ബദാം ലീഫ് ഇട്ട് കണ്ടീഷൻ ചെയ്തൊക്കെ ബബിൾ നെസ്റ്റ് ഇടാൻ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്ത 2 പേരാണ് ഈ കാണുന്നത്. പക്ഷേ ഒരാൾ ബബിൾ ഇട്ടിട്ട് ഏകദേശം 2 ദിവസം ഇവരെ ബ്രീഡിങ് ഇട്ടിട്ട്, ഒരാൾ ബബിൾ ഇട്ടിട്ടില്ല, ഒരാൾ വളരെ കുറച്ച് ബബിൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാ സർവ്വ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്ത് ബ്രീഡ് ചെയ്യാനിട്ട മീനുകളുടെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ എന്തായാലും കുറച്ച് ബബിൾ ഇട്ട സ്ഥിതിക്ക് നമുക്ക് ഈ മെയിലിൻ്റെ അടുത്തേക്ക് നമുക്ക് റിലീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫീമെയിലിനെ റിലീസ് ചെയ്യുമ്പോഴെങ്കിലും വീണ്ടും ബബിൾ ഇടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഏകദേശം ഒരു 2 ദിവസത്തോളം ആയിപ്പോൾ ഇട്ടിട്ട്. അപ്പോൾ ശരിക്കും ബ്രീഡിങ് ടെൻഡൻസി കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ചെറിയ രീതിയിലെങ്കിലും ബബിൾ ഇട്ടത്. അപ്പോൾ പറഞ്ഞത് ഇതാണ്, നമ്മളെല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്ത ബെറ്റാസ് ബ്രീഡായിട്ടില്ല. അതല്ലെങ്കിൽ ബ്രീഡിങ് പ്രോസസ്സ് വളരെ സ്ലോയിലാണ് നടക്കുന്നത്. പക്ഷേ നമ്മളൊന്നും ചെയ്യാതെ വെറുതെ പിടിച്ചിട്ട, അതും ഇതിൻ്റെ പകുതി ഗ്രോത്ത് മാത്രമുള്ള ബെറ്റാസ് ബ്രീഡായി എഗ്ഗ് വിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങി തുടങ്ങി. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 2 ദിവസമായിട്ട് ബ്രീഡ് ചെയ്യാനായിട്ട് ഫീമെയിലിനെ ഇറക്കി കൊടുത്തിട്ട് പോലും ബബിള് മര്യാദക്ക് ഇട്ടിട്ടില്ല. വളരെ കുറച്ച് ബബിള് മാത്രം ഇതിൻ്റെ അത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഏകദേശം 4-5ഓളം ബെറ്റകളെ ഇട്ടതാണ്. അതായത് കണ്ടത് ചിറകൊക്കെ കൊത്തിപ്പറിച്ചിട്ടിട്ടുണ്ട് മെയിലിൻ്റെ. അതായത് ഫീമെയിൽ കൊത്തിയിട്ട് മെയിലിൻ്റെ ചിറകാണ് അവിടെ കൊത്തിപ്പറിച്ചിട്ടിരിക്കുന്നത്. മെയിലാണ് പേടിച്ച് മാറിയിരിക്കുന്നത്. ഫീമെയിൽ അവിടെ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അതായത് കുഞ്ഞൻ ബെറ്റകളുടെ ടാങ്കിലെ ബെറ്റാസിനെയൊക്കെ എടുത്ത് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ അവന്മാർ കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ തിന്ന് കളയും. ഇപ്പോൾ ഈ ടൈമിൽ മെയിലിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എഗ്ഗായിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ടില്ല. ബബിൾ നെസ്റ്റിൽ മാത്രം നോക്കിയാൽ മതി. ബബിൾ നെസ്റ്റിലാണ് എഗ്ഗിരിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചെതറി ഓടും. മാത്രമല്ല ഈ ചെടികളുടെയൊക്കെ ഇടയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിലിന് തിരിച്ച് ബബിൾ നെസ്റ്റിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല. ആ ടൈമിൽ ഇവന്മാർ വന്ന് തിന്നുകളയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവന്മാർ എത്രയും പെട്ടെന്ന് പിടിച്ച് മാറ്റി നമ്മൾ ബോട്ടിൽ ചെയ്യണം. അപ്പോൾ ഈ കണ്ടോ, ഇപ്പോൾ ഈ കാണുന്നതാണ് ഇവന്മാരുടെ തന്നെ ഒപ്പമുള്ള ബാച്ചിലെ മെയിലാണ്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇവന്മാർക്ക് നല്ല ഗ്രോത്ത് വന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ബോട്ടിൽ കാണുന്ന ബെറ്റാസിനെ ബോട്ടിൽ ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ഒരാഴ്ച കൊണ്ട് വെച്ച ഒരു ഗ്രോത്താണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഈ ബെറ്റാസ് എപ്പോഴും അവരുടെ ശരീരത്തിൽ കമ്മ്യൂണിറ്റി ആയിട്ട് വളർത്താൻ നേരത്തെ അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ അവരുടെ അടുത്ത് ബോട്ടിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളർച്ച മുരടിച്ച് പോയാൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ ബോട്ടിൽ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഗ്രോത്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബോട്ടിൽ ചെയ്യാണ്ട് ഇട്ടേക്കണ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. ഉള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ തന്നെ ആ ബാച്ചിൽ ഇറങ്ങിയ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ സെയിലായി പോകുന്ന മുറക്കാണ് നമ്മൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ബോട്ടിൽ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതുപോലെ തന്നെ പല പല സ്ഥലത്തായിട്ടാണ് നമ്മൾ പല ടബ്ബുകളിലാണ് ഇതുപോലെ കിട്ടിയ സ്ഥലത്തൊക്കെയാണ് ബോട്ടിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് സ്ഥലം അവിടെ ഇവിടെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ ഇപ്പോൾ ബോട്ടിൽ ചെയ്ത ബെറ്റാസിനെ എടുത്ത് മാറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ബെറ്റാസിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം കുഞ്ഞുങ്ങൾ ഫ്രീ സ്വിം ആയിട്ടുണ്ട്. ഏകദേശം ഇതാ കാണുന്നത് കണ്ടില്ലെങ്കിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, കുഞ്ഞുങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എഗ്ഗ് ഇട്ടിട്ട് ഏകദേശം 3 ദിവസമായെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കണം കുഞ്ഞുങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ കാണുന്ന മെയിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ തിരിച്ച് ബബിൾ നെസ്റ്റിൽ തന്നെ കൊണ്ടുവന്ന് നോക്കും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം വാട്ടർ പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് എത്രത്തോളം അത് സക്സസ് ആകുമെന്നൊന്നും അറിയാൻ പാടില്ല. കാരണം കുഞ്ഞന്മാരൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഓടിക്കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മെയിലിന് അത് കാണാൻ പറ്റിയെന്ന് വരില്ല. എന്നിരുന്നാലും ഇതിൻ്റെ അകത്ത് വേറെ പ്രൊഡക്റ്ററോ അതല്ലെങ്കിൽ വേറെ ബെറ്റാസൊന്നും ഇല്ലാത്ത കാരണം വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഗ്രോ ചെയ്ത് ഇതിൻ്റെ അകത്തിട്ട് തന്നെ നമുക്ക് ഫീഡ് ചെയ്ത് ഗ്രോ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.